ഹലോ, അപ്പോൾ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വീടാണെന്ന്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ഞാനിതൊരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഇതിലേക്ക് വരച്ചെടുത്തത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ മെഷർമെൻറ്റ് എടുത്തിട്ട് വരച്ചെടുത്താൽ മതി കേട്ടോ. ഈ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിത് ഈ ബ്ലേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, കയ്യിൽ തട്ടാതെ നോക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫോം ബോർഡാണ് കേട്ടോ. നിങ്ങൾക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ശരിക്കും റെഫറൻസ് ക്ലേ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് ഫോം ബോർഡ് വെച്ചൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഫ്ലെക്സ് ക്വിക്ക് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോം ബോർഡ് ഒട്ടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സ് ക്വിക്ക് ആണ്. പക്ഷെ പെട്ടെന്ന് ഒട്ടിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അല്ലാണ്ട് മെഷർമെന്റ് തെറ്റിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ പണി പാളി, അത് മൊത്തം വേസ്റ്റ് ആയി. അപ്പോൾ അതെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് വീടിന് നമ്മൾ മേൽക്കൂര ഉണ്ടാക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ മേൽക്കൂരൊക്കെ വേണ്ടതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും അതേ മെഷർമെന്റ് ആട്ടോ, 5x7 സെന്റിമീറ്റർ മെഷർമെന്റ് ആണ് അത് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്ക് വശത്തുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ വീടിന്റെ ഫ്രണ്ടിലും രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് നമ്മൾ ജനലൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഫ്ലെക്സ് ക്വിക്ക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യണേ. നമ്മുടെ വീടിന് മേൽക്കൂര കൂടെ സെറ്റ് ആക്കി കൊടുത്താൽ സംഭവം കഴിഞ്ഞു. മേൽക്കൂര കൂടെ വെച്ചു കൊടുത്ത പണി കഴിഞ്ഞല്ലോ ഇരിക്കുമ്പോഴാണ് ഇത് വെച്ചപ്പോൾ വലിപ്പം ഇപ്പം എന്ത് ചെയ്യാനാണ്, വേറെ കട്ട് ചെയ്തെടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല വൃത്തിക്ക് അത് ഒട്ടി നിൽക്കും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട് എന്തായാലും അടിപൊളിയായില്ലേ. ഇനി ഈ വീടിനെ കൊണ്ടുള്ള ഉപകാരം എന്താന്ന് കാണാം. നമ്മുടെ വീട് ഇങ്ങനെ കണ്ടിട്ട് എന്തോ ഒരു കുറവുള്ള പോലെ. അപ്പൊ ഞാൻ വേഗം പെയിന്റ് എടുത്തിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കും. വൈറ്റ് കളർ പെയിന്റ് തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളിത് സ്പോഞ്ച് വെച്ചാണ് കേട്ടോ ഇപ്രാവശ്യം പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടെക്സ്ചർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, പെയിന്റ് അടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉപകാരം എന്താന്ന് കാണണ്ടേ. അപ്പൊ ഇതൊരു വീട് മാത്രമല്ല, ഇതൊരു കാൻഡിൽ ഹോൾഡറും കൂടെ കേട്ടോ. പിന്നെ വലിയൊരു അബദ്ധം എനിക്ക് പറ്റി, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കാൻഡിൽ കത്തിൻ്റെ പുകയൊക്കെ വരുന്നതാവും, നല്ല ഭംഗിയുണ്ട്. ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നമ്മുടെ മേൽക്കൂര ഓട്ടയായിട്ട് അതിൻ്റെ അകത്തുനിന്നാണ് ഗൈസ് പുക വന്നിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഇതിൻ്റെ അകത്ത് ഒറിജിനൽ കാൻഡിൽ കത്തിച്ച് വെക്കരുത്, പകരം നമ്മൾ ലൈറ്റുള്ള കാൻഡിൽ അത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.